ധീവരപുരത്തെ രാജാവായ ദേവവർമ്മന് ഒരു മന്ത്രിയെ വേണം. ഒട്ടേറെ കഴിവുള്ള ചെറുപ്പക്കാർ എത്തി. ഒടുവിൽ കഴിവും അറിവുമുള്ള 2 പേർ മാത്രം അവശേഷിച്ചു. രാജസേനനും അജനും. 2 പേരും ഒരുപോലെ മിടുക്കർ. അവരിൽ നിന്ന് ഒരാളെ എങ്ങനെ തിരഞ്ഞെടുക്കും? ഒടുവിൽ ദേവവർമ്മൻ ഇക്കാര്യം രാജഗുരുവിനെ ഏൽപ്പിച്ചു. അദ്ദേഹം ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, കൊട്ടാരത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ള മുറിയാണ് എൻ്റേത്. 2 ആളും വേഗം പോയി ആ മുറിയിൽ ഒരു തളികയിൽ വെച്ചിരിക്കുന്ന പഴം എടുത്തുകൊണ്ടുവരൂ. കേൾക്കേണ്ട താമസം. രാജസേനനും അജനും അവിടേക്ക് കുതിച്ചു. ഒട്ടും വൈകാതെ 2 ആളും ഓരോ പഴവുമായി മടങ്ങിയെത്തി. ആദ്യം എത്തിയത് അജനായിരുന്നു. താൻ തന്നെ വിജയി എന്ന ഭാവത്തിൽ നിന്ന അജനോട് രാജഗുരു ചോദിച്ചു, എൻ്റെ മുറിയുടെ വാതിലിനോട് ചേർന്ന് ചുവരിൽ തൂക്കിയിരുന്ന ചിത്രം ആരുടേതാണ്? ഒന്ന് മടിച്ച് അജൻ പറഞ്ഞു, അത് ഞാൻ ശ്രദ്ധിച്ചില്ല ഗുരു. ഏറ്റവും വേഗം പഴം എടുക്കാനുള്ള തിരക്കിൽ അതിന് സമയം കിട്ടിയില്ല. ഗുരു രാജസേനനോടും ഇതേ ചോദ്യം ചോദിച്ചു. ഉടനെ രാജസേനൻ പറഞ്ഞു, ഗുരു, അത് മഹാരാജാവിൻ്റെ പിതാവിൻ്റെ അതിമനോഹരമായ ഒരു എണ്ണച്ഛായാ ചിത്രമാണ്. അതെ, ശരിയാണ്, ഗുരു പറഞ്ഞു. ഞാൻ നിങ്ങളെ ഓട്ടമത്സരത്തിനല്ല അയച്ചത്. ആദ്യമായി ചെല്ലുന്ന ഒരിടത്തെ ചുറ്റുപാടുകൾ വളരെ വേഗം കണ്ടു മനസ്സിലാക്കേണ്ടത് ഒരു മന്ത്രിയുടെ നിരീക്ഷണ പാടവത്തിൽപ്പെടുന്നതാണ്. ഏത് ചെറിയ കാര്യത്തിലും നിരീക്ഷണ പാടവം ഉള്ളയാൾക്ക് രാജ്യത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനാവൂ. അതുകൊണ്ട് രാജസേനനെ നാം മന്ത്രിയായി തിരഞ്ഞെടുക്കുന്നു. ഗുരുവിൻ്റെ ബുദ്ധിയെ എല്ലാവരും പ്രശംസിച്ചു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്തനൗ സ്വാഹാ സ്വധാകാരൗ ലോകോജ്ജീവനകാരകൗ പ്രാണായാമാസ്തു തേ നാസ രസനാദേ സരസ്വതി. അമ്മേ ദേവി, അവിടുത്തെ സ്തനങ്ങൾ ലോകത്തിന് ജീവൻ നൽകാൻ കാരണമായിട്ടുള്ള സ്വാഹ, സ്വധ എന്നിവരുടെ രൂപത്തിൽ ഉള്ളവയാണ്. പ്രാണായാമം അമ്മയുടെ നാസികയാണ് എങ്കിൽ സരസ്വതി ദേവി അവിടുത്തെ നാവുമാകുന്നു. ഹോമം നടത്തുമ്പോൾ മന്ത്രത്തിന് മുന്നിലായി ഓം എന്നും പിന്നിലായി സ്വാഹ എന്നും ചേർത്താണല്ലോ ഉച്ചരിക്കാറുള്ളത്. സ്വാഹ എന്ന ശബ്ദം കൊണ്ട് ദേവതകളെ ആഹ്വാനം ചെയ്യുന്നു. സ്വാഹ ശബ്ദത്തിൻ്റെ ഉച്ചാരണം കൊണ്ട് ദേവസമൂഹവും സ്വധ എന്ന ശബ്ദത്തിൻ്റെ ഉച്ചാരണം കൊണ്ട് പിതൃക്കളും തൃപ്തരാകുന്നു എന്ന് ദേവീ മാഹാത്മ്യത്തിൽ കാണാം. ദേവയജ്ഞവും പിതൃയജ്ഞവും ലോകത്തിന് ഉജ്ജീവനം നൽകുന്നു. അതുകൊണ്ടാണ് ലോകോജ്ജീവനകാരകൗ എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്വാഹ, സ്വധ എന്നീ ദേവിമാർ ഷോഡശ മാതാക്കളുടെ കൂട്ടത്തിലുള്ളവരാണ്. ഗൗരി, ശചി, മേധ, സാവിത്രി, വിജയ, ജയ, ദേവസേന, സ്വധ, സ്വാഹ, മാത, ലോകമാത, ശാന്തി, പുഷ്ടി, ധൃതി, തുഷ്ടി എന്നിവരാണ് 16 അമ്മമാർ. സ്വാഹയും സ്വധയും ദക്ഷപ്രജാപതിയുടെ മക്കളും അഗ്നിയുടെ ഭാര്യമാരുമാണ് എന്ന് പുരാണങ്ങളിൽ കാണാം. ഇവിടെ സ്വാഹ, സ്വധ എന്നിവരെ ലോകത്തിന് ജീവൻ നിലനിർത്തുന്നതിനുള്ള സ്തനങ്ങളായി, അമ്മയുടെ സ്തനങ്ങളായി പറഞ്ഞിരിക്കുന്നു. മാതാവിൻ്റെ മുലകൾ കുഞ്ഞിന് ജീവൻ പ്രദാനം ചെയ്യുന്നവയാണല്ലോ. അതുപോലെ ജഗന്മാതാവായ അമ്മയുടെ സ്തനങ്ങൾ സമസ്ത ജഗത്തിനും ജീവൻ നിലനിർത്തുന്നതിന് കാരണമായി ഭവിക്കുന്നു. അഷ്ടാംഗ യോഗങ്ങളിൽ ഒന്നാണല്ലോ പ്രാണായാമം. ശ്വാസ നിയന്ത്രണമാണ് പ്രാണായാമത്തിൻ്റെ രീതി. കുംഭകം, ശ്വാസം അകത്തേക്ക് വലിക്കുക. ശ്വാസം അടക്കി നിർത്തുന്ന പൂരകം. ശ്വാസം പുറത്തേക്ക് വിടുന്ന രേചകം. എന്നിങ്ങനെയുള്ള 3 ഘട്ടങ്ങളാണ് പ്രാണായാമത്തിനുള്ളത്. പ്രാണങ്ങളെ നിയന്ത്രിക്കുന്ന ഈ വിദ്യ അമ്മയുടെ നാസികയായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സരസ്വതി വിദ്യയുടെ ദേവതയാണ്. വാക്കും വാക്കിന് കാരണമായ ജ്ഞാനവും സരസ്വതി എന്ന പദം കൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു.
എല്ലാ അറിവിനും ആധാരമായ വാക്ക് നാവിൽ അധിഷ്ഠിതമാണ്. വാക്കിൻ്റെ ആധാരമായതുകൊണ്ടാണ് സരസ്വതീ ദേവിയെ അമ്മയുടെ നാവായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓം ശ്രീ ലളിതാംബികായൈ നമഃ. ഓം. വ്യാഖ്യാനങ്ങൾക്കും അർത്ഥതലങ്ങൾക്കുമെല്ലാം അതീതമായ അതിദിവ്യമായ 3 അക്ഷരങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിലെ 420 അതിവിശിഷ്ടമായ മഹാമന്ത്രം. ഇതിനപ്പുറം അമ്മയെ സ്തുതിക്കുവാൻ വേറെ ഒരു പദവുമില്ല. അതുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ ഗായത്രി എന്ന നാമമന്ത്രത്താൽ അമ്മയെ സ്തുതിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. ഗാനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നു എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ഗായന്തം ത്രായതേ യസ്മാർ ഗായത്രീ തേന കഥ്യതേ. ഇതാണ് ഗായത്രിക്ക് നൽകിയിട്ടുള്ള നിർവചനം. ഗായത്രി മന്ത്രത്തിന് വ്യാഖ്യാനങ്ങൾ ധാരാളമുണ്ട്. എന്നിട്ടും അതിൻ്റെ അർത്ഥം ഇന്നും അവ്യക്തമാണ്. കാരണം വ്യാഖ്യാനങ്ങൾക്കെല്ലാം അതീതമാണ് അതിമഹത്തായ ഗായത്രി മാതാവാകുന്ന ആ മന്ത്രം. അതിന് കാരണം ഗായത്രി ശുദ്ധ സത്വ ചൈതന്യ സ്വരൂപമാണ് എന്നുള്ളതാണ്. വ്യാഖ്യാനങ്ങൾക്ക് അതീതമായ ആ ഭാവത്തെ എങ്ങനെയാണ് വർണ്ണിക്കുക? സ്വന്തം ആത്മാവിൽ അനുഭൂതിയായി തീരേണ്ട മനസ്സിനും വാക്കിനും എല്ലാം അതീതമായ പരബ്രഹ്മ ജ്യോതിസിൻ്റെ വിവരണം, അതാണ് ഗായത്രി മന്ത്രം. ഇന്ന് പ്രചാരത്തിലുള്ള എല്ലാ മന്ത്രങ്ങളും പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി എന്നിരിക്കട്ടെ, അവയുടെ എല്ലാം അഭാവത്തെ ഗായത്രി മന്ത്രം ഇല്ലാതെയാക്കും. ഇതിൽ നിന്നും ഗായത്രിയുടെ മഹത്വം വ്യക്തമാണല്ലോ. ഗായത്രി മഹാസമുദ്രമാണ്. എത്ര വിവരിച്ചാലും തീരില്ല, അധികവും ആവില്ല. ഗായത്രിയുടെ മഹത്വത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ക്ഷേത്രങ്ങളിലെ പൂജാവിധികൾ. ശ്രീകോവിലിനകത്ത് കയറി പൂജ നടത്തണം എങ്കിൽ ഗായത്രി നിർബന്ധമാണ്. ഗായത്രി ഇല്ലാതെ ഒരു പൂജയും നടത്താൻ കഴിയില്ല. ഒരു നിവേദ്യവും ദേവതയ്ക്ക് നൽകുവാനും കഴിയില്ല. ഒരു കവചം പോലെ അത് പൂജിക്കുന്ന വ്യക്തിയെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. 3 നൂൽ പിരിച്ച് മുപ്പിരിയാക്കി പവിത്രക്കെട്ടോടുകൂടി മന്ത്രവിധിയോടെ ധരിക്കുന്നതാണ് പൂണൂൽ. ഗായത്രി മന്ത്രത്തിന് 9 ഇഴകളുണ്ട്. പവിത്രക്കെട്ട് ഭുർ ഭുവ സ്വഹ എന്ന വ്യാഹൃതികളെയും സൂചിപ്പിക്കുന്നു. ബ്രഹ്മസൂത്രം എന്നാണ് അതുകൊണ്ട് പൂണൂലിന് പേരുള്ളത്. ഭുർ ഭുവ സ്വഹ എന്നത് ഈ കാണുന്ന പവിത്രക്കെട്ടിൻ്റെ ഭാഗത്തായിട്ട് വരുന്നു. ചിത്രത്തിൽ ശ്രദ്ധിച്ചു നോക്കുക. പൂണൂലിൻ്റെ 3 ഇഴകൾ ഇപ്രകാരമാണ്: 3 അധികം 3 അധികം 3 സമം 9. ഗായത്രി മന്ത്രത്തിൻ്റെ 9 ഇഴകളെ ഈ 3 നൂലിഴകളിൽ ചേർത്തു വച്ചാണ് ബ്രഹ്മസൂത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഇഴയിൽ ഒന്നാമതായി തത്, രണ്ടാമതായി സവിതുഹു, മൂന്നാമതായി വരേണ്യം, രണ്ടാമത്തെ ഇഴ നോക്കാം, നാലാമതായി ഭർഗോ, അഞ്ചാമതായി ദേവസ്യ, ആറാമതായി ധീമഹി. ഇനി അവസാനത്തെ ഇഴ, അതായത് മൂന്നാമത്തെ ഇഴ. ഏഴാമതായി ധിയോ, എട്ടാമതായി യോ നഹ, ഒമ്പതാമത്തേത് പ്രചോദയാത്. ഗായത്രി മനുഷ്യനെ നിർമ്മലനാക്കുന്നു. അന്ധക്കരണങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളെയെല്ലാം തരണം ചെയ്യാൻ അത് സഹായിക്കുന്നു. എല്ലാ മന്ത്രങ്ങളിലും വിശിഷ്ടമായ ഒന്നാണ് അത്. സുഖം ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നവനാണ് മനുഷ്യൻ. എങ്ങനെയൊക്കെ അത് നേടിയെടുക്കാമെന്നാണ് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ചിന്താവിഷയം. ജീവിക്കുന്ന കാലത്തോളം സുഖമായി ജീവിക്കുക, അതിനുവേണ്ടിയാണ് എല്ലാ തത്രപ്പാടും. സുഖം വർദ്ധിപ്പിക്കുക, ദുഃഖങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് എല്ലാവരുടെയും മുദ്രാവാക്യം. ഈ 2 വിഷയങ്ങളും മനസ്സിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും
രുചിഭേദമനുസരിച്ച്, മനസ്സിൻ്റെ വിചാരമനുസരിച്ച് സുഖിയാകുന്നു, ദുഃഖിയാകുന്നു. മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഏറ്റവും പ്രയോജനകരമായ മന്ത്രമാണ് ഗായത്രി. സ്വന്തം ഉയർച്ചയോടൊപ്പം ലോക നന്മയും കൂടി ഈ മന്ത്രം കൊണ്ട് കിട്ടും. രണ്ടല്ല, ഒന്നു തന്നെയാണ് എന്ന ഭാരതീയ ചിന്തയുടെ മന്ത്രാവിഷ്കാരം തന്നെയാണ് ഗായത്രി, അതായത് അദ്വൈത ചിന്ത. ഹൃദയ നിർമ്മലത, സ്വഭാവശുദ്ധി, ആന്തരികമായ ആനന്ദാനുഭൂതി എന്നിവയൊക്കെ ഗായത്രി മന്ത്രം നമുക്ക് നൽകും. ഗായത്രിയുടെ അടിത്തറയിലാണ് കർമ്മ, ജ്ഞാന, ഭക്തി യോഗങ്ങളെല്ലാം ഭദ്രമായിരിക്കുന്നത്. അതുകൊണ്ട് ഗായത്രി ഉപാസന പരമപ്രധാനം തന്നെയാണ്. പ്രപഞ്ചവും ആത്മസത്തയും ഒന്നാണ് എന്ന ആത്യന്തികമായ സത്യത്തെയാണ് ഗായത്രി നമുക്ക് കാണിച്ചു തരുന്നത്. കർമ്മമില്ലാതെ ജ്ഞാനമില്ല, ജ്ഞാനമില്ലാതെ കർമ്മവും. ഇവ രണ്ടും ഒരുപോലെ പരിപോഷിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും പരമാത്മസ്വരൂപത്തെ ധ്യാനിച്ച് ഒടുവിൽ അതായിത്തീരുകയും ചെയ്യുന്നു. ഇതാണ് ഗായത്രിയുടെ മഹത്വം. ഇങ്ങനെ ഒരു ഉന്നതമായ അവസ്ഥ നൽകുന്നതിന് മറ്റൊരു മന്ത്രത്തിനും സാധ്യമല്ല. അതുകൊണ്ടാണ് മന്ത്രരാജനാണ് ഗായത്രി എന്ന് പറയുന്നത്. മന്ത്രോപാസനയിലൂടെ ലഭിക്കാവുന്ന പരമാവധി നേട്ടങ്ങളും അഭ്യുദയങ്ങളും ഗായത്രി മന്ത്രം നൽകും. ബ്രാഹ്മണ്യത്തിൻ്റെ ബ്രഹ്മ തേജസ് ഗായത്രി കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദ്വിജൻ എന്നാൽ 2 ജന്മങ്ങൾ ഉള്ളവൻ എന്നാണ് അർത്ഥം. മാതാവ് വഴിയുള്ള ജനനമാണ് ഒന്നാമത്തേത്. ഗായത്രി ഉപദേശത്തിലൂടെ ഉണ്ടാകുന്ന ഒന്നാണ് രണ്ടാമത്തെ ജന്മം. ആദ്യത്തേത് വംശപാരമ്പര്യവും രണ്ടാമത്തേത് മന്ത്രദീക്ഷ കൊണ്ട് ബ്രാഹ്മണ്യമാകുന്ന ആത്മബലവും ലഭിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന ഗായത്രി മന്ത്രം നിത്യാനുഷ്ഠാനത്തോടുകൂടി പരിപോഷിപ്പിക്കപ്പെടുകയും സംഭരിക്കപ്പെടുകയും ചെയ്യും. യാതൊരു തരത്തിലുള്ള ക്രിയാകലാപങ്ങളൊന്നും കൂടാതെ സ്വസ്ഥമായിട്ടിരുന്ന് ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഗായത്രി. ചിട്ടവട്ടങ്ങൾ കുറയും തോറും പ്രയോഗസാധ്യതയും ഫലവും വർദ്ധിക്കുകയും ചെയ്യും. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം പ്രണവമന്ത്രമാണ്. ഭുഹു ഭൂലോകം, ഭുവഹ ഭുവർലോകം, അതായത് അന്തരീക്ഷം. സ്വഹ സ്വർഗമാണ്. സവിത സവിതാവായ, ദേവസ്യ ദേവന്റെ. യത് ഏതൊരു, വരേണ്യം ശ്രേഷ്ഠമായ, ഭർഗ തേജസ്, ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു, ന ഞങ്ങളുടെ, ധിയ ബുദ്ധിയെ, പ്രചോദയാത് പ്രചോദിപ്പിക്കട്ടെ. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനും എല്ലാത്തിൻ്റെയും ശക്തിസ്രോതസ്സും ഇരുട്ടിനെ നശിപ്പിക്കുന്നവനുമായി ഇഹത്തിലും പരത്തിലും നിറഞ്ഞു നിൽക്കുന്ന സൂര്യസ്വരൂപനായ പരമ്പൊരുളിനെ ഞങ്ങൾ ഉപാസിക്കുന്നു. പാപത്തെയും അജ്ഞാനത്തെയും പ്രപഞ്ചത്തിൽ നിന്നും തുടച്ചു മാറ്റുന്ന ദിവ്യമായ അപരമമായ ചൈതന്യം ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ, നന്മയുടെ മാർഗത്തിലൂടെ നയിക്കട്ടെ. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം. ഭാരതീയ ധർമ്മത്തിൻ്റെ നാരായ വേരാണ് പ്രണവം. അത് ഗായത്രി മന്ത്രമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ നാരായ വേരാകുന്നു. ആ, ഉ, മ എന്നിങ്ങനെയുള്ള 3 വേരുകൾ ഇതാ ഈ ചിത്രത്തിൽ കാണാവുന്നതാണ്. അടുത്തത് 3 ശാഖകളാണ്. ഭുഹു, ഭുവഹ, സ്വഹ എന്നീ 3 ശാഖകൾ. ഈ 3 പ്രധാന ശാഖകൾക്ക് ഉപശാഖകളുണ്ട്, 3 വീതം. ഭുഹു എന്ന ശാഖയുടെ 3 ശാഖകൾ തത്, സവിതു, വരേണ്യം എന്നിവയാണ്. തത് ജീവനജ്ഞാനമാണ്, സവിതു ശക്തി സഞ്ചയമാണ്, വരേണ്യം ശ്രേഷ്ഠതയും. ഭുവഹ എന്ന ശാഖയ്ക്ക് ഭർഗോ, ദേവസ്യ ധീമഹി എന്നീ 3 ഉപശാഖകളുണ്ട്.
ഭർഗോ എന്നത് നിർമ്മലതയും ദേവസ്യ ദിവ്യദൃഷ്ടിയും ധീമഹി സദ്ഗുണവുമാണ്. അടുത്ത ശാഖയാണ് സുവ. ധിയ യോന പ്രചോദയാത് എന്നിങ്ങനെയുള്ള 3 ഉപശാഖകൾ കാണാം. ധിയ വിവേകമാണ്, യോന സംയമനമാണ്, പ്രചോദയാത് സേവനവും. ശ്രേഷ്ഠതയുടെ അസ്തിത്വം നിലനിൽക്കുന്നത് നല്ല വിചാരത്തിലാണ്. സിദ്ധാന്തവും ഉദ്ദേശവും വർദ്ധിക്കുന്നതിൻ്റെ അവസ്ഥ അനുസരിച്ചാണ് മനസ്സ് ഉദാരവും ശ്രേഷ്ഠവുമാകുന്നത്. അങ്ങനെ പരമമായ ആനന്ദം ലഭിക്കുന്നു. ഇവിടെ കാണിച്ചിട്ടുള്ള 9 ഉപശാഖകൾ 9 ഗുണങ്ങൾ കൂടിയാണ്. ജീവനജ്ഞാനം, ശക്തിസഞ്ചയം, ശ്രേഷ്ഠത, നിർമ്മലത, ജ്ഞാനദൃഷ്ടി, സദ്ഗുണം, വിവേകം, സംയമനം, സേവനം എന്നിവയാണ് ആ 9 ഗുണങ്ങൾ. ഗായത്രി മന്ത്രം 9 ഭാവങ്ങളെ കൂടി വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്വാധ്യായം, സത്സംഗം, കീർത്തനം, ഏകാഗ്രത, തന്മയത്വം, ത്യാഗം, ഉപാസന, ആസ്തിക്യഭാവന, ആനന്ദം എന്നിവയാണ് അവ. നമ്മുടെ ഹൃദയമണ്ഡലം തന്നെയാണ് അമ്മയുടെ അത്യുത്തമമായ വാസസ്ഥാനം. അവിടുന്ന് മൂർത്തഭാവത്തിൽ അവിടെ വിഹരിക്കുന്നു. ശിവൻ, ഭഗവതി എന്നിങ്ങനെയൊക്കെയുള്ള രൂപങ്ങളിൽ, അല്ലെങ്കിൽ ജ്യോതിസ്വരൂപനായിട്ട് തൻ്റെ ഇഷ്ടം അനുസരിച്ച് ആ ദേവതയെ ധ്യാനിക്കാവുന്നതാണ്. ജ്യോതിസ്വരൂപനായിട്ടാണ് ധ്യാനിക്കുന്നത് എങ്കിൽ ഉത്തമ ജ്യോതിസ്വരൂപനായ സൂര്യനെ പോലെ ശ്രേഷ്ഠനായിട്ട് നിർമ്മലനായി സത്വഗുണപ്രതാപിയായിട്ട് ധ്യാനിക്കുക. സൂര്യദേവന്റെ വരേണ്യമായ ആ തേജസ്സിനെ സ്വന്തം ഹൃദയത്തിലേക്ക് ആവാഹിക്കുക, പ്രതിഷ്ഠിക്കുക, ആരാധിക്കുക, സ്വാംശീകരിക്കുക, അങ്ങനെ സാക്ഷാത്കരിക്കുക. ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് ഇത്. അമ്മേ, അമ്മ എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചാലും. ഏതൊരു ബ്രഹ്മസ്വരൂപമാണോ അറിവിൻ്റെ മൂർത്തിയായിട്ടിരിക്കുന്നത്, വേദങ്ങൾ കൊണ്ട് സ്തുതിക്കപ്പെടുന്നത്, ആ അമ്മ ശരീരത്തെയും ആത്മാവിനെയും ബുദ്ധിയെയും പ്രസാദിപ്പിക്കട്ടെ, പ്രചോദിപ്പിക്കട്ടെ. എൻ്റെ അമ്മേ, ഞാൻ എൻ്റെ അമ്മയുടെ ശ്രീപാദപത്മങ്ങളെ അഭയം പ്രാപിക്കുന്നു. ഗായത്രി ആദിപരാശക്തിയാണ്. അവിടുത്തെ മന്ത്രത്തിലെ ഓരോ അക്ഷരവും ഭക്തർക്ക് വിവിധങ്ങളായ വിഭൂതികൾ നൽകുന്നുമുണ്ട്. ഗായത്രി സ്മൃതിയിൽ അവ വിവരിക്കുന്നുമുണ്ട്. ഭുഹു ശരീരവും, ഭുവ സംസാരവും, സ്വഹ ആത്മാവുമാണ്. തത് അജ്ഞാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും സാധകനെ ഈശ്വരാഭിമുഖം ആക്കി തീർക്കുകയും ചെയ്യുന്നു. ശുദ്ധമായ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു. സ ബലം, സാഹസം, ശൗര്യം, പൗരുഷം എന്നിവ വർദ്ധിപ്പിച്ചുകൊണ്ട് അന്യായത്തെ ഇല്ലാതാക്കുന്നു. വി ധനവും മറ്റ് സമ്പത്തും വർദ്ധിപ്പിക്കുന്നു. ഉചിതമായ പ്രവർത്തികളിലേക്ക് ബുദ്ധിയെ നയിക്കുന്നു. തു പരിശ്രമശീലനാക്കുന്നു. വിഷമസന്ധികളിൽ ആവശ്യമായ വിവേകം, ധൈര്യം, പരിശ്രമം എന്നിവ ഉണർത്തി ജീവിതം ആസ്വാദനയോഗ്യമാക്കുന്നു. വ പ്രപഞ്ചത്തിൽ സൃഷ്ടി വർദ്ധിക്കുന്നത് സ്ത്രീയിലൂടെയാണ്. ഈ അക്ഷരം സ്ത്രീയുടെ മഹത്വത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഉത്തമ ക്ഷേത്രമാണ് സ്ത്രീ എങ്കിൽ ആ ക്ഷേത്രത്തിലെ തന്ത്രിയാണ് പുരുഷൻ. രേ സ്ത്രീ നിർമ്മലയാണ്, എന്നും പൂജനീയയാണ്, മഹാലക്ഷ്മിയാണ്. സ്വത്തും ഭൗതികമായ വസ്തുക്കളുമെല്ലാം നിർജീവമായ ലക്ഷ്മിയാണ്. എന്നാൽ സ്ത്രീ ആവട്ടെ മഹാലക്ഷ്മിയുടെ സമൂർത്തമായ ഭാവമാണ്. അതുകൊണ്ട് രേ എന്ന അക്ഷരം എല്ലാ അഭിവൃദ്ധിയെയും ലക്ഷ്യമാക്കുന്നു. അടുത്ത അക്ഷരമാണ് നീ. പ്രകൃതിയുടെ നിയമത്തിന് അനുസൃതമായി ഓരോ ജീവജാലങ്ങളും ജീവിതം നയിക്കുന്നു. ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം ഇവ എല്ലാ ജീവരാശികളുടെയും സഹജപ്രകൃതിയാണ്. ഇവയെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന അക്ഷരം, അതാണ് നീ. അടുത്തത് യം. നമ്മോട് എങ്ങനെയാണോ വ്യവഹരിക്കുന്നത് അതുപോലെ വേണം അന്യരോടും പെരുമാറാൻ. ശ്രേഷ്ഠതയോടും കൃതജ്ഞതയോടും കൂടി അന്യരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. എല്ലാവർക്കും സുഖവും ശാന്തിയും ഉണ്ടാകട്ടെ. അതാണ് ഈ അക്ഷരം കൊണ്ട് പ്രാർത്ഥിക്കുന്നത്.
മാനസികമായ എല്ലാ വ്യഗ്രതകളെയും അകറ്റി നിർത്തണം. ഭ എന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇത്. മനസ്സിൻ്റെ ശാന്തതയും സന്തുലിതാവസ്ഥയും കൈവിടാതിരിക്കണം. ആവേശം, ഉത്തേജനം, ആതുരത ഇവയൊക്കെ മനസ്സിൻ്റെ രോഗലക്ഷണങ്ങളാണ്. ഇവകൾക്കൊന്നും അടിമപ്പെടരുത്. ഇവയെല്ലാം അതിജീവിക്കണം. ജ്ഞാനവും വിവേകവും നഷ്ടമാക്കുകയേ ചെയ്യരുത്. മനസ്സിൻ്റെ ഈ രോഗലക്ഷണങ്ങളെ കീഴ്പ്പെടുത്തിക്കഴിഞ്ഞാൽ വിവേകവും ജ്ഞാനദൃഷ്ടിയും സ്വയമേവ ലഭിക്കുന്നതാണ്. അകം ശുദ്ധമായാൽ പുറത്തും അനിഷ്ടമായി ഒന്നും കാണാൻ പറ്റില്ല. ഈശ്വരനായി സ്വയം ഭാവന ചെയ്താൽ പുറത്തും ഈശ്വരൻ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നതായി കാണാം. എല്ലാവരെയും ആത്മീയ മിത്രമായും ഗുരുജനമായും കാണുകയും നിലനിർത്തുകയും ചെയ്യുക. അതാണ് ഈ അക്ഷരം വിഭാവനം ചെയ്യുന്നത്. അടുത്ത അക്ഷരമാണ് ദേ. ദമനം എന്നാണ് അർത്ഥം. ഇന്ദ്രിയങ്ങളെ സ്വന്തം വശവർത്തിയാക്കി നിർത്തുക. ഇന്ദ്രിയങ്ങൾ ആത്മാവിൻ്റെ സേവകന്മാരാണ് എന്നറിയണം. ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് കാരണം പരമാത്മാവാണ്. നിയന്ത്രിതമായ ഇന്ദ്രിയങ്ങൾ തൻ്റെ ബന്ധുവാണ്. എന്നാൽ അനിയന്ത്രിതമായ ഇന്ദ്രിയങ്ങളോ അവ ശത്രുവാണ്. അതാണ് ഈ അക്ഷരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത അക്ഷരമാണ് വ. ശീതളവും ശാന്തി നൽകുന്നതുമായ പ്രസന്നമായ ഭാവം. പവിത്രത ബ്രഹ്മപ്രാപ്തിക്കുള്ള പ്രാഥമികമായ യോഗ്യതയാണ്. ധ്യാനമാണ് ആന്തരികമായ ജീർണോദ്ധാരണത്തിനുള്ള ഒരേ ഒരു മാർഗം. അടുത്ത അക്ഷരമാണ് സ്യ. ജീവിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ നിത്യകർമ്മമാണ്. ഉദാരതയിൽ അധിഷ്ഠിതമാണല്ലോ ധർമ്മമാർഗം. അപ്രകാരമുള്ള മാർഗത്തിൽ ജീവിക്കുന്നതിന് ഈ അക്ഷരം പ്രേരണ നൽകുന്നു. ധീ. അടുത്ത അക്ഷരമാണ്. എല്ലാ മേഖലകളിലുമുള്ള മുന്നേറ്റം, സ്വാസ്ഥ്യബലം, വിദ്യാബലം, ധനബലം, പ്രതിഷ്ഠാബലം, വീര്യബലം, ആത്മബലം, തപോബലം, പുണ്യബലം എന്നീ 8 ബലങ്ങളാണ് അഷ്ടബലങ്ങൾ. ധീ എന്ന ശബ്ദം കൊണ്ട് ഇവയാണ് സൂചിതമാകുന്നത്. ഈ ബലങ്ങളെല്ലാം ഒരാളിൽ ഒന്നിക്കുമ്പോഴാണ് ആ വ്യക്തി പരമശ്രേഷ്ഠനായി തീരുന്നത്. അടുത്ത അക്ഷരമാണ് മ. ലോകത്തിലെ നിത്യനിദാനങ്ങളെല്ലാം ചിട്ടയോടെ നടത്തുക. കർമാനുസൃതമായ ഫലങ്ങൾ നൽകുക. ഇവ രണ്ടും ഈശ്വര പ്രേരണയാണ്. ഈശ്വരൻ്റെ സർവജ്ഞതയിലും നിത്യതൃപ്തിയിലും സ്വതന്ത്രതയിലും അനന്തമായ ശക്തിയിലും ഉള്ള വിശ്വാസം ഉറച്ചതായി തീരട്ടെ എന്ന് ഈ അക്ഷരം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടുത്ത അക്ഷരമാണ് ഹി. ദേശത്തിനും കാലത്തിനും വിവേകബുദ്ധിക്കും അനുസൃതമായ ധ്യാനവും ഉപാസനാരീതികളും വേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ധീ. ജനന മരണങ്ങളുടെ രഹസ്യം അറിയുമ്പോൾ സുഖവും ദുഃഖവും ജീവിതത്തിലേക്ക് കേവലം 2 മാനസിക ഭാവങ്ങൾ മാത്രമാണ്. അതിലൊട്ടും അഭിമാനിക്കാതിരിക്കുക. എപ്പോഴും കർമ്മനിരതനാവുക, പ്രയത്നശീലനാവുക. അടുത്ത അക്ഷരമാണ് യോ. ധർമ്മമാർഗത്തിലൂടെ ജീവിക്കൂ. അതാണ് ഉത്തമം. ധർമ്മം അഭിനയിക്കരുത്. അത് ദുരാചാരമാണ്. അടുത്ത അക്ഷരം യോ. ദുഃഖം മനുഷ്യൻ്റെ സഹജമായ അവസ്ഥയ്ക്ക് വിപരീതമാണ്. ദുശീലങ്ങളെ ഒഴിവാക്കുക. ദുഃഖത്തിൽ നിന്ന് മോചനം നേടുക എന്ന് ഈ അക്ഷരം ആഹ്വാനം ചെയ്യുന്നു. അടുത്ത അക്ഷരമാണ് ന. ഉത്തിഷ്ഠത, ജാഗ്രത. അക്ഷമനും അലസനും ഒന്നും നേടുകയില്ല. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്നീ ശത്രുക്കൾക്കെതിരെ എപ്പോഴും ജാഗ്രത പാലിച്ചുകൊണ്ട് സുരക്ഷിതമായിട്ടിരിക്കുക. പ്ര എന്നതാണ് അടുത്ത അക്ഷരം. ഉദാരത്വം, ഉദാരവീക്ഷണം, ഉദാരമായ വിചാരം എന്നിവ കൊണ്ട് മനസ്സിനെ എപ്പോഴും ശുദ്ധമായിട്ട് വയ്ക്കുക. മനസ്സ് എപ്പോഴും പ്രേമനിബദ്ധമായിരിക്കട്ടെ. അടുത്ത അക്ഷരമാണ് ചോ. മനുഷ്യ മനസ്സ് സ്വതേ നിർമ്മലമാണ്. സാഹചര്യം, സംസ്കാരം, അനുകരണം ഇവയാണ് മനസ്സിനെ മലിനമാക്കാറുള്ളത്. നന്മയോട് എപ്പോഴും പ്രതിബദ്ധത കാണിക്കുക. ദായാണ് അടുത്ത അക്ഷരം. ആത്മാവിനെ അറിഞ്ഞ് ആത്മാവിൻ്റെ മഹത്വം അനുഭവിച്ച് തന്നെ അറിയുക. ആത്മാവ് ഈശ്വരൻ്റെ അംശമാണെന്നും ആത്മാവിൻ്റെ മഹത്വം ദൈവികതയാണ് എന്നും അത് അതുല്യവും അത്യുന്നതവുമാണ് എന്നും അറിയുക. യാൽ. അടുത്ത അക്ഷരം. ബുദ്ധി കൊണ്ടും അനുഭവ പാഠങ്ങൾ ഉൾക്കൊണ്ടും കർത്തവ്യനിരതനായിരിക്കുക. മാതാവും പുത്രനും തമ്മിലുള്ള ബന്ധം പോലെ ഈശ്വരസത്തയും ജീവസത്തയും മഹത്തരമാണ് എന്ന് അറിയുക.
ഗായത്രി മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഇവയാണ്. ഓരോ അക്ഷരങ്ങൾക്കും അതിദേവതകളായിട്ട് ഓരോ ദേവതമാരുണ്ട്. അവർക്കും ഓരോ ഗായത്രി മന്ത്രമുണ്ട്. വിശ്വാമിത്ര മഹർഷി വേദങ്ങളുടെ മാതാവായ ഗായത്രി ദേവിയെ ഇപ്രകാരം സ്തുതിക്കുന്നു. ഗായത്രീം വേദധാത്രീം ശതമഖഫലദാം വേദശാസ്ത്രേഷ്വചിന്യാം ചിച്ഛക്തിം ബ്രഹ്മവിദ്യാം പരമശിവപദം ശ്രീപദം വൈകരോതി. സർവോത്കൃഷ്ടം വരേണ്യം സവിതുരനുപദാന്തേ വരേണ്യം ശരണ്യം ഭർഗോ ദേവസ്യ ധീമഹ്യഭിദധതി ധിയോ യോ ന പ്രചോദയാദിത്യൗർവതേജ. വേദങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്ന ഗായത്രി 1000 യാഗങ്ങളുടെ ഫലത്തെ നൽകുന്നതാണ്. ബ്രഹ്മവിദ്യ എന്ന് അറിയപ്പെടുന്ന ഗായത്രിയുടെ സാരം വേദങ്ങളിലും വേദാംഗങ്ങളിലും കൂടി അന്വേഷിച്ചാൽ പോലും മനസ്സിലാക്കുവാൻ വിഷമമുള്ളതാണ്. ജ്ഞാനത്തിൻ്റെ സ്വരൂപമായ ഗായത്രി മന്ത്രം സർവമംഗളത്തെയും ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്നു. ഈ മന്ത്രം സർവോത്കൃഷ്ടമാണ്, വരേണ്യമാണ്. പാപനാശകനായ ഭർഗദേവൻ ഞങ്ങളുടെ ബുദ്ധിയെ നേർവഴിക്ക് നയിക്കുകയും ചൈതന്യപ്രഭാവനാക്കുകയും ചെയ്യട്ടെ. ഗായത്രി മാതാവിനോടുള്ള സർവോപരി ഗായത്രി മാതാവിൻ്റെ സ്വരൂപം സ്വീകരിച്ച ലളിതാ പരമേശ്വരി ദേവിയോടുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് ഇത്. ഇത്രയും മഹത്വമുള്ള മഹാമന്ത്രരൂപത്തിൽ അവതരിച്ചിട്ടുള്ള മഹാശക്തി, ആദിപരാശക്തി ശ്രീ മഹാലളിതാ ത്രിപുരസുന്ദരി ദേവിയുടെ അനുഗ്രഹം ഈ മഹാമന്ത്രം ജപിക്കുന്നതുകൊണ്ടുള്ള ഫലത്തിൽ കുറച്ചെങ്കിലും 3 അക്ഷരം കൊണ്ട് ലഭിക്കുന്നതിന് ഗായത്രി എന്ന നാമം വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ മനോഹരമായി ചേർത്ത് വച്ചിരിക്കുന്നു. ലളിതാ സഹസ്രനാമ മഹാഭാഷ്യത്തിൽ എന്തിനാണ് ഈ മന്ത്രത്തെക്കുറിച്ച് ഇത്രയും വിവരിക്കുന്നത് എന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. ഒറ്റ ഉത്തരമേയുള്ളൂ. ഗായത്രി ദേവിയായി നമുക്ക് മുന്നിൽ മന്ത്രങ്ങളുടെ മാതാവായി വേദങ്ങളുടെ മാതാവായി അവതരിച്ചിട്ടുള്ളത് അമ്മയാണ്, നമ്മുടെ ലളിതാ പരമേശ്വരി ദേവി. ഗായത്രി ദേവിയായി അവതരിച്ച അമ്മ സർവപൂജകളിലും എങ്ങനെയാണ് പ്രാധാന്യമുള്ളത് ആകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത്രയും വിശദീകരിച്ചു. ഗായത്രി സംഹിത, ഗായത്രി ഉപനിഷത്ത്, ഗായത്രി സ്മൃതി, വിശ്വാമിത്ര മഹർഷിയാൽ വിരചിതമായ ഗായത്രി സ്തുതി എന്നിവ ഗായത്രിയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളാണ്. ഇതുകൂടാതെ യാജ്ഞവൽക്യ മഹർഷി, ഭരദ്വാജ മഹർഷി, സായണൻ, ശ്രീമദ് ശങ്കര ഭഗവത് പാദർ തുടങ്ങിയ ആചാര്യന്മാർ ഈ മഹാമന്ത്രത്തിന് വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. അശുദ്ധിയേൽക്കാത്ത മന്ത്രമാണ് ഗായത്രി എന്ന് ഗായത്രി തന്ത്രത്തിൽ പറയുന്നു. ശുചിയായിട്ടാണെങ്കിലും അശുചിയായിട്ടാണെങ്കിലും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം അർത്ഥം അറിഞ്ഞുകൊണ്ട് ഗായത്രി ജപിക്കാവുന്നതാണ്. എല്ലാറ്റിനെയും പവിത്രീകരിക്കുന്ന മന്ത്രത്തിന് എങ്ങനെയാണ് അശുദ്ധി ബാധിക്കുന്നത്? അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമത്തിലെ ഈ 3 അക്ഷരമുള്ള നാമമന്ത്രം ഗായത്രി ജപിക്കുവാൻ കഴിയാത്തവർക്ക് ജപിക്കുകയും അമ്മയുടെ അനുഗ്രഹം നേടുകയും ചെയ്യാം. ഗായത്രി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് വാഗ്ദേവതകൾ ഈ നാമം സഹസ്രനാമത്തിൽ ചേർത്ത് വച്ചിട്ടുള്ളത്. ഈ മന്ത്രജപത്തിനു സമമായ വേറെ ഒരു ജപവും ഇല്ല തന്നെ. മുഹൂർത്തദോഷമോ ഗ്രഹയോഗദോഷമോ മറ്റ് എന്ത് അമംഗളസ്ഥിതിയാണെങ്കിലും ഈ ഗായത്രിയുടെ അതിതീവ്രമായ തേജസ് കൊണ്ട് അവയെല്ലാം ഭസ്മമായി തീരുന്നു. മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് മോക്ഷവും ഐശ്വര്യം ആഗ്രഹിക്കുന്നവർക്ക് ഐശ്വര്യവും വിജയം ആഗ്രഹിക്കുന്ന യോദ്ധാക്കൾക്ക് അതും രോഗിക്ക് ആരോഗ്യവും നൽകുന്ന കാമധേനുവാണ് ഈ മന്ത്രം. സമസ്ത ദേവതകളെയും സമസ്ത ലോകങ്ങളെയും വിശ്വാമിത്ര മഹർഷി ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയത് ഈ ഒരു മഹാമന്ത്രത്തിൻ്റെ മഹാശക്തി കൊണ്ട് തന്നെയാണ്. ഓം ഗായത്ര്യൈ നമഃ. ഓം. ഓം. ഐം.
ഗായത്ര്യൈ നമഃ. ഓം ഹ്രീം ഗായത്ര്യൈ നമഃ. ഓം ശ്രീം ഗായത്ര്യൈ നമഃ. നാശമില്ലാത്തതും വേദാന്ത പ്രമാണങ്ങളെ കൊണ്ട് നിർണയിച്ചിട്ടുള്ളതും പ്രപഞ്ചകാരണവുമായ ബ്രഹ്മതത്വജ്ഞാനം അമ്മേ അവിടുന്ന് നൽകിയാലും, വേദങ്ങളുടെ മാതാവായ അമ്മേ അവിടുന്ന് ശത്രുവിനെ ജയിക്കുന്ന ശക്തിയാകുന്നു, ബലമാകുന്നു, പ്രകാശവുമാകുന്നു. സമസ്ത ദേവന്മാരുടെയും തേജസ് അമ്മയാണ്. അവിടുന്ന് സമസ്ത ജഗത്തിൻ്റെയും രൂപമാണ്. പൂർണ്ണമായ ആയുസ്സിൻ്റെ സ്വരൂപമാണ് അവിടുന്ന്. എല്ലാ ജീവജാലങ്ങളുടെയും ആയുസ്സായി മാറിയിരിക്കുന്ന അമ്മേ അവിടേക്ക് നമസ്കാരം. പാപങ്ങളെല്ലാം അകറ്റുന്ന പരബ്രഹ്മസ്വരൂപിണിയായ അമ്മേ, അമ്മയ്ക്ക് നമസ്കാരം. എൻ്റെ അമ്മേ, അവിടുന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണമേ. ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഇപ്രകാരം കൂടി പ്രാർത്ഥിക്കുക. ഇതിൻ്റെ ഫലം ആർക്കും പറയുവാൻ കഴിയില്ല. അതുകൊണ്ട് എന്തിനും ഏതിനും എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു മന്ത്രമാണിത്. മാസത്തിലൊരിക്കലെങ്കിലും ആത്മാർത്ഥമായി അല്പസമയം ഈ മന്ത്രത്തോടൊപ്പം അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കുക. തീർച്ചയായും സമ്പൂർണമായ ഫലവും കിട്ടുന്നതാണ്. ഈ 3 അക്ഷരം ജപിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുക. ഈ 3 അക്ഷരം ജപിച്ചുകൊണ്ട് ഉണരുക. ഈ 3 അക്ഷരം ജപിച്ചുകൊണ്ട് ഏത് കർമ്മവും ചെയ്യുക. പൂർണ്ണമായും ഫലപ്രാപ്തിയിലെത്തും. ആദ്യ പരാശക്തിയായ അമ്മേ, അവിടുന്ന് എല്ലാവരെയും അറിവ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.